ആണിത് पूरा खोलो ना मास्क जोड़ मास्क निकल पूरा निकालो मास्क निकाल അതിന്റെ അവനെ പിടിച്ച് ചവിട്ടണ്ടി അതിലെല്ലാം ഇടാൻ വേണ്ട അത്രയല്ലേ നിർത്തട്ടോ നമുക്ക് പിന്നെ പോകുമ്പോ മാറ്റിട്ട് പിന്നെ ആണല്ലേ പിന്നെ വീഡിയോ ഉണ്ടല്ലോ വീഡിയോ ഉണ്ടല്ലോ പേടിക്കാ मास्क निकल दूसरा मत निकालो കൊടുക്കുന്നുണ്ട് എന്റെ ബട്ടിലെ കൈവിറക്കുന്നുണ്ട് കൊടു അനക്ക് കൂടി വയസ്സാ മാത്രം അനക്കൊന്നും തുടങ്ങില്ല കുത്തൊന്നും തുടങ്ങില്ല കൊട്ട് കരിമുക്കിലെ കൊട്ട് അവന്റെ കരിമുക്കിലെ കൊട്ട് 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 കാസർഗോഡ് വിദ്യാനഗറിലെ ഫിഷ് അക്വേറിയം വന്നിട്ടുണ്ട്. പടിഞ്ഞാറന്ത് കളിച്ചെൻ്റെ ആ സ്ഥലത്താണ്. ഞാനെന്ത് ചെയ്തത്, എൻ്റെ മമ്മാനെയും കൊണ്ട് ഫിഷ് അക്വേറിയം കാണിക്കാൻ പോയി. ലോകത്തിലുള്ള ഒരുപാട് വിവിധ ഇനം മത്സ്യങ്ങളുണ്ട് അവിടെ. എല്ലാവരും അത്ഭുതത്തോടെയാണ് എൻ്റെ മമ്മയെ കണ്ടത്. കാരണം മമ്മക്ക് നല്ല വയസ്സുണ്ട്. ഞാൻ ഏജ് ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതെന്തോ ആവട്ടെ. കാരണം മമ്മയെ കൊണ്ടുവരുമ്പോൾ എല്ലാവരും സെൽഫി എടുക്കുന്നുണ്ട്. മാനേജർ വന്ന് പ്രത്യേക സീറ്റ് കൊടുത്ത് 1-2 വീഡിയോസൊക്കെ എടുത്ത് അവർ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്ര ഏജുള്ള ആൾ ഇതുവരെ ഫെസ്റ്റിവൽ കാണാൻ വന്നിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അവർക്കും സന്തോഷമായി, എൻ്റെ മമ്മാക്കും സന്തോഷമായി. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരും മാതാപിതാക്കളുള്ളവരെല്ലാവരും ഹയാത്തിലുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊണ്ടുപോവുക, സന്തോഷിപ്പിക്കുക. നമ്മൾ എക്സ്കർഷൻ പോകുന്നുണ്ട്, ടൂറ് പോകുന്നുണ്ട്, എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് അവർക്ക് സന്തോഷമാണ്. മമ്മക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല, എങ്കിലും അതൊരു റാഹത്താണ്, ഫുൾ സാറ്റിസ്ഫൈഡ്. ഓരോ ഇനം മീനും നല്ല സ്ലോ നടത്തിയിട്ട് കംപ്ലീറ്റ് കാണിച്ചു കൊടുത്ത്. പക്ഷേ ഞങ്ങൾ നടന്ന് അകത്തേക്കെത്തി പോയി. കണ്ടില്ലേ, ജോക്കറൊക്കെ ചേർന്ന് എൻ്റെ മമ്മയെ ഒരുമാതിരി ആദരിക്കുകയാണ്. സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. കണ്ടില്ലേ, ഇത് മാനേജറാണ് ഫെസ്റ്റിവലിൻ്റെ. എനിക്ക് ഒരുപാട് പ്രിൻസസ് ഹക്കീമിൻ്റെ ഹെൽപ്പ് കിട്ടിയിരുന്നു അതിൻ്റെ അകത്തുനിന്ന്. എൻ്റെ മമ്മക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ട് വണ്ടി ഡയറക്റ്റ് അകത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പെർമിഷൻ വാങ്ങിച്ച് തന്ന്. കാരണം ഹക്കീമിൻ്റെ സ്ഥലത്ത് തന്നെയാണ്, അവിടെ കാർണിവലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഹോട്ടലിൽ പോയി മമ്മക്ക് നല്ല ഇഷ്ടവിഭവമായ ഓരോ ഐറ്റംസ് വാങ്ങിക്കൊടുത്ത് ഭക്ഷണം കഴിച്ച് രാത്രി ഏകദേശം 10-11 മണിയാകുമ്പോൾ തിരിച്ചു വന്നു. അന്നത്തെ ഡേ എൻ്റെ മമ്മാൻ്റെ ഗോൾഡൻ ഡേ ആയിരുന്നു.